വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിവിൽ സ്ക്രീനിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഇതിനകത്ത് കൂടുതൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഈസി ട്രിക്ക് ഉണ്ട് ഇത് ഓർത്ത് വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിത് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ IS കോഡ് ഉണ്ട്. IS 456 ആണ് അതിന്റെ കോഡ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഓരോ മെറ്റീരിയൽസിന് നമ്മൾ കഴിഞ്ഞ മെറ്റീരിയൽസ് പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു IS കോഡ്. അതേപോലെ ഇതിന്റെ IS കോഡ് 456. ഇത് ഓർത്തിരിക്കാൻ എളുപ്പം, അടുത്തടുത്ത നമ്പേഴ്സ് ആയിട്ട് ഓർത്തിരിക്കാൻ എളുപ്പം തന്നെ 456. ഇനി നമുക്ക് ഇതിന്റെ ഗ്രേഡ് നോക്കാം. ഇതിന്റെ ഗ്രേഡും മിക്സ് റേഷ്യോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രേഡിനെ ആദ്യത്തെ ഗ്രേഡ് നമുക്ക് M5 എന്ന് എഴുതാം. ഈ M5 ഗ്രേഡ് എന്നാൽ M എന്ന് വെച്ചാൽ എന്താ? M എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സ് ആണ്. M ഡിനോട്ട് ചെയ്യുന്നത് മിക്സിനെയാണ്, കോൺക്രീറ്റിന്റെ മിക്സിനെയാണ് M. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഏതിന്റെ കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. ഇപ്പം നമുക്കൊരു 150 mm ഉള്ള ഒരു ക്യൂബ്, ഏതാണ് 150 mm ക്യൂബ്, അതായത് ക്യൂബ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഈ 150 mm ഉള്ള ഒരു ക്യൂബിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക, മിക്സ് കോൺക്രീറ്റ് എല്ലാം ഫില്ല് ചെയ്തു. അതിന് നമ്മൾ പ്രോപ്പർ ക്യൂറിങ് ചെയ്യണം. എത്ര ദിവസം? 28 ഡേയ്സ് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെങ്ത്, അതായത് ആഫ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള കംപ്രസീവ് സ്ട്രെങ്ത്, അതിനെ നമ്മൾ ഇവിടെ നമ്പറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ M എന്താണെന്നും ഈ 5 എന്താണെന്നും. ഇനി നമുക്ക് ഓരോ ഗ്രേഡും അതിൻ്റെ മിക്സ് റേഷ്യോയും പഠിക്കാം. ഇതാണ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ കിടക്കുന്ന എല്ലാം ഗ്രേഡാണ്. ഏത് ഗ്രേഡ് നോക്കി? M5, M7.5, M10, M15, M20 ആൻഡ് M25. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ആണല്ലോ. അപ്പോൾ ഈ 7.5 മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കോ. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം 5ന്റെ മൾട്ടിപ്പിൾസാണ് വരുന്നത്. അപ്പോൾ 5 കഴിഞ്ഞ് 7.5 കഴിഞ്ഞാൽ പിന്നെ 10, 15, 20, 25. അപ്പോൾ ഈ 7.5 ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്ത നമുക്ക് മിക്സ് റേഷ്യോ നോക്കാം. മിക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 എണ്ണം വരുന്നത്. അപ്പോൾ ഒന്ന് സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്. സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫൈൻ സാൻഡ്, അതെല്ലാം എന്നുണ്ടെങ്കിൽ പാറപ്പൊടി അതിട്ടിട്ടായാലും മണൽ, അതിലെ പാറപ്പൊടി. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ, അതാണ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് മിക്സ് ചെയ്യണം? ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തുകൂടെ മിക്സ് ചെയ്തല്ല, വാട്ടറോടെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് കോൺക്രീറ്റ് മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെ എഴുതിയത്. അപ്പോൾ ഞാനിത് എഴുതി ഇത് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഞാൻ ഈ 25 നിന്ന് മേലോട്ട് പോവുക. അപ്പോൾ അത് എഴുതാൻ എളുപ്പമായിരിക്കും. നമുക്ക് എഴുതാം 1 സിമെൻറ്റ്, 1 സാൻഡ് ആൻഡ് 2. അപ്പം 1:1:2. ഇതാണ് ഇതിൻ്റെ പ്രപ്പോർഷൻ. ഏതിൻ്റെ? M25ൻ്റെത്. അടുത്ത് നമുക്ക് M20 നോക്കാം. അത് സിമെൻറ്റ് 1 തന്നെ, സാൻഡ് എത്രയാണ്? 1.5. ഇതിനേക്കാളും 0.5 കൂടി. 1:1.5:3. അപ്പം ഇത് നോക്കിയേ, ഇതിൻ്റെ ഡബിൾ ആണല്ലോ ഇത്. ഈ 1ൻ്റെ ഡബിൾ ആണ് ഈ 2 എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിനെ N എന്ന് സങ്കല്പിച്ചാൽ അപ്പോൾ ഇത് 2N ആയിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. 1:N:2N. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത് 1, ഇത് N, ഇത് 2N. അപ്പോൾ അടുത്ത് നമുക്ക് എഴുതാം 1:2. അപ്പോൾ 1 ഇത് 1.5 ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത് 2 വരത്തുള്ളൂ. 2:, N ആണല്ലോ 2. അപ്പോൾ 2N വരുമ്പോൾ എന്ത് വരും? 4. അടുത്ത M10 ആകുമ്പം 1:, അടുത്ത എത്ര? 2ൻ്റെ നെക്സ്റ്റ് 3. അടുത്തതാകുമ്പം 3 × 2 എന്ന് വരുമ്പം 6. 1:3:6. നെക്സ്റ്റ് 1:3 ആയിട്ട് അടുത്ത എത്രയാണ്? 4. 4:4 × 2 8. അടുത്തത് 1:4 അടുത്ത 5. 5:10. ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മറക്കത്തില്ല. അതല്ല നമ്മൾ ഇങ്ങനെ വാല്യൂ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഇനി എങ്ങനെയായാലും നിങ്ങൾ മറന്നു പോകത്തില്ല. 1 and 2N ഈ ഒരു ഫോർമുല ഓർത്തിരുന്നിട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാറ്റമായിട്ട് വരുന്നത്. 1 കഴിഞ്ഞ് 1.5 പിന്നെ 2, ബാക്കിയെല്ലാം ഒന്നൊന്ന് കൂടി പോവുക. ഇത് മാത്രം ഒരു 1.5 വരും. അപ്പോൾ 1:2 M25, 1:1.53 M20, 1:2:4 M15, 1:3:6 M10,
1:4:8, M 7.5 and 1:5:10 ഇത് M5. അപ്പോൾ ഇതാണ് ഇത് സിമെന്റ്, ഇത് സാൻഡ്, ഇത് അഗ്രിഗേറ്റ്. ഇത് ഓരോ ഗ്രേഡിന്റെയും പറഞ്ഞേക്കുന്നത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ള വാട്ടർ എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമുക്കിനി വാട്ടറിന്റെ നോക്കാം എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ പെർ ബാഗിനാണ് പറയുന്നത്, ഒരു ബാഗിന്. അപ്പം ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 കിലോഗ്രാമാണ്. 1 ബാഗ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, 50 kg ആണ് ഒരു ബാഗ് സിമെന്റ്. അപ്പം അതിന് വേണ്ട നമ്മൾ വാട്ടറാണ് പറയുന്നത്. അപ്പം ഇത് നോക്കിയേ, M5 ഗ്രേഡിന് നമുക്ക് 60 ലിറ്റർ വാട്ടറാണ് വേണ്ടത്. എത്ര? 60 ലിറ്റർ വാട്ടർ. അപ്പം നമുക്ക് അത് ഓർത്തിരിക്കുക. M7.5ന് 45 ലിറ്റർ വാട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ 45 ഒരു ഐഡിയ കൊണ്ട് കണ്ടുപിടിക്കാൻ ഈ 4 ഇവിടെ എഴുതുക. ഈ 4 + 1 5 കണ്ടോ, ഈ 4 പിന്നെ 4 + 1 5, അങ്ങനെ 45 ലിറ്റർ വാട്ടർ. M10ന് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഈ 3 ഇവിടെ എഴുതി, 3 + 1 4, 34. 3 + 1 4. നെക്സ്റ്റ് M15 എന്ന് പറഞ്ഞാൽ 2 + 1 3. ഈ 2 ആയപ്പോൾ എത്ര വന്ന്? 32. അപ്പോൾ ഇവിടെ നമ്മൾ 3 എഴുതി, 3 + 1. ഇവിടെ അങ്ങനെ എഴുതുന്നത് 2 + 1 3, 3യുടെ കൂടെ 2. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡ് വെച്ചിട്ട് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതായാലും മതി. ഞാൻ ഇത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അടുത്തത് ഇത് 1.5, അതിൻ്റെ ഇവിടെ 30, ഇത് ഓർത്തിരിക്കുക. ഇത് 27, ഇതിന് വേറെ കോഡൊന്നുമില്ല. 30, 27. അപ്പം ഏതൊക്കെയാണ്? ആദ്യത്തെ M5ന് നമുക്ക് 60 ലിറ്റർ വാട്ടറാണ് വേണ്ടത്. നെക്സ്റ്റ് M7.5ന് 45 ലിറ്റർ വാട്ടറാണ് വേണ്ടത്. അതിൻ്റെ കോഡ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ എങ്ങനെയാണ്. M10ന് 34 ലിറ്റർ ആണ് വേണ്ടത്. M15ന് 32 ലിറ്റർ. M20 30 ലിറ്റർ. M25 27 ലിറ്റർ. ഇത്രയാണ് നമുക്ക് വാട്ടർ റിക്വയർഡ് ഫോർ എന്തിന്? 1 ബാഗ് സിമെന്റിന്റെ കണക്കായി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരുന്നാൽ അത്യാവശ്യം വാല്യൂ എല്ലാം ഇതിനകത്ത് തന്നെ കിട്ടും. നമുക്ക് ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് നോക്കാം. ഇത് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ നേരത്തെ പഠിച്ച തന്നെ. ഇതിനകത്ത് M5ന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 5 ഉണ്ടല്ലോ, ഇത് അതുപോലെ എഴുതിയാൽ 5 Nm/mm². ഇതാണ് കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ Nm/mm² ആണ്. അപ്പോൾ 7.5ന്റെ എന്തായിരിക്കും വരുന്നത്? 7.5 Nm/mm². 10ന്റെ ആകുമ്പോൾ 10 Nm/mm². അടുത്തത് 15 ആകുമ്പോൾ 15 Nm/mm². 20 ആകുമ്പോൾ 20 Nm/mm² ആൻഡ് 25 ആകുമ്പോൾ 25 Nm/mm². ഇതാണ് ഇതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. ഇത് എളുപ്പമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏതൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ പഠിച്ച്, പിന്നെ വാട്ടർ റിക്വയർമെൻറ്റ് പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് പഠിച്ചു. ഈ അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ എക്സാംസിനൊക്കെ ചോദിക്കുന്നതായിട്ട് ഓർത്തിരിക്കണം. യൂണിറ്റ് വെയ്റ്റ് ഓഫ് RCCയുടെ യൂണിറ്റ് വെയ്റ്റ് എത്രയാണ്? 25 kN/m³ ആണ് RCCയുടെ യൂണിറ്റ് വെയ്റ്റ്. വെയ്റ്റ് ഓഫ് 1 ബാഗ് സിമെന്റ്, ഒരു ബാഗ് സിമെന്റ് വെയ്റ്റ് എത്ര? 50 kg. ഡെൻസിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് 1440 kg/m³ ആണ് ഡെൻസിറ്റി ഓഫ് സിമെന്റ്. യൂണിറ്റ് വെയ്റ്റും ഡെൻസിറ്റിയും തിരിഞ്ഞു പോരുത്. ഇത് കിലോഗ്രാമിലും ഇത് കിലോ ന്യൂട്ടണിലുമാണ്. നോക്കിയേ, the grade less than M20 should not be used in RCC work. RCC വർക്ക് അതായത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക്, അതായത് എന്തുള്ള സ്റ്റീലൂടെ ചേരുന്നത്. അതായത് RCC വർക്കിന് നമ്മൾ M20യെക്കാളും താഴെയുള്ള ഒരു ഗ്രേഡും എടുക്കത്തില്ല. അതായത് M20യെക്കാളും താഴോട്ടുള്ള ഒരു ഗ്രേഡും നമ്മൾ RCC വർക്കിനായിട്ട് യൂസ് ചെയ്യത്തില്ല. ഇതെന്ന് ഞാൻ വെച്ചത് 1:n:2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഗ്രേഡ് കണ്ടുപിടിച്ചപ്പോൾ ഉള്ള ഫോർമുല ഇതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്ര മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചാർട്ട് പോലെ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ എല്ലാം നമുക്ക് ഒറ്റ ചാർട്ടിൽ തന്നെ കാണിക്കാം. ഞാനിതെല്ലാം കൂടെ ഒരു ചാർട്ട് പോലെ എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ബുക്കിലോ എവിടെയും. നിങ്ങൾക്ക് പഠിക്കാൻ നേരത്ത് ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. മിക്സ് റേഷ്യോ, വാട്ടറും കംപ്രസീവ് സ്ട്രെങ്തും ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എല്ലാം ഒറ്റ ചാർട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. അത് കാരണം ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഇതൊക്കെ മറന്നു പോയത് Nm/mm² ആണ്. ഇതെല്ലാം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെക്കുക. ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.